പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വീണ്ടും പ്രതിപക്ഷം യൂട്യൂബ് ചാനലിലേക്ക് ആർ ശശികുമാർ സാർ എത്തിയിരിക്കുകയാണ്. സ്ഥിരമായി വാർത്തകളിൽ അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം എത്തിയിരിക്കുന്നത് വളരെ രസകരമായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമുക്കറിയാം, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ് റിട്ടയർ ചെയ്തു പോവുകയുണ്ടായി. അദ്ദേഹത്തോടൊപ്പം തന്നെ ഉപലോകായുക്തയായിട്ടുള്ള ബാബു പി ജോസഫും റിട്ടയർ ചെയ്തു. അപ്പോൾ ഫലത്തിൽ ലോകായുക്തയിൽ ഹാരൂൺ അൽ റഷീദ് എന്ന് പറഞ്ഞ ഉപലോകായുക്ത മാത്രം ആണ് എന്നുള്ളൊരു സ്ഥിതി വന്നു. സ്വാഭാവികമായും ആ സ്ഥിതി വന്നപ്പോൾ ലോകായുക്തയുടെ ചുമതല ഹാരൂൺ അൽ റഷീദിന് നൽകി. അപ്പൊ നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് 2025 വരെ ലോകായുക്തയായി ഹാരൂൺ അൽ റഷീദ് എന്ന് പറഞ്ഞ ന്യായാധിപൻ നിയമിക്കപ്പെടും എന്നായിരുന്നു. എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ, ഹാരൂൺ അൽ റഷീദിനെ നിയമിക്കുന്നതിന് പകരം ഹാരൂൺ അൽ റഷീദിനേക്കാൾ വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരു അനിൽകുമാർ എന്ന് പറഞ്ഞ ഒരു ജഡ്ജിയെ ലോകായുക്തയായി നിയമിക്കുകയും ആ നിയമിച്ചതിനെ തുടർന്ന് ആ ലോകായുക്തയുടെ സ്ഥാനാരോഹണത്തിൽ വരെ പോയി പങ്കെടുത്ത ഈ ഹാരൂൺ അൽ റഷീദ് പൊടുന്നനെ അദ്ദേഹം അവധിയിൽ പോവുകയും അതിനുശേഷം അദ്ദേഹം രാജിവെക്കുകയും ചെയ്യും എന്നുള്ള ഒരു വാർത്ത നമ്മളിപ്പോൾ കേട്ടിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ നമ്മളെ വളരെ വലിയ ഒരു ഞെട്ടിച്ചിട്ടുള്ളതാണ്. കാരണം പിണറായി ഒരുപാട് സഹായിച്ച ഒരു ന്യായാധിപനായിരുന്നു. അപ്പം അദ്ദേഹം ഇങ്ങനെ പൊടുന്നനെ രാജിവെക്കാനിടയായിട്ടുള്ള സാഹചര്യം, അതിൽ നിന്ന് ഉരുത്തിരിയുന്ന വേറെ പല വിഷയങ്ങളുണ്ട്. ഗവർണർമാരുടെ വിധേയത്വം, ലോകായുക്തയുടെ കാര്യപ്രാപ്തി, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പൊ ആ വിഷയങ്ങളിലൊക്കെ ഇന്ന് ഒരുപക്ഷെ അഭിഭാഷകരെക്കാളും ഒക്കെ തന്നെ ഇതിനെക്കുറിച്ച് പറയാൻ യോഗ്യൻ ശശികുമാർ സാർ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് ശശികുമാർ സാറിനെ ഞാൻ വീണ്ടും ഈ പ്രതിപക്ഷ യൂട്യൂബ് ചാനലിലേക്ക് ഒന്നുകൂടി സ്വാഗതം ചെയ്യും. അപ്പൊ ഞാൻ ആമുഖമായിട്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഇനിയിപ്പം സാറിനെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത് എന്നൊന്ന് കേൾക്കാം. അതെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഷാജഹാന്റെ ഒരു വീഡിയോ തന്നെ ഞാൻ കാണുകയുണ്ടായി. ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദ് അല്പമെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ രാജിവെക്കണം എന്നുള്ളതായിരുന്നു താങ്കളുടെ ആ വീഡിയോയിൽ കൂടി പറഞ്ഞിരുന്നത്. വാസ്തവത്തിൽ ഞാനും പ്രതീക്ഷിച്ചു ഇദ്ദേഹം കണ്ടിന്യൂ ചെയ്യുമോ. പക്ഷെ എന്നിട്ടും ഞാൻ മറ്റൊരിക്കൽ ആലോചിച്ചത് ഇവരെല്ലാം കണ്ടിന്യൂ ചെയ്യും. കാരണം ഒരു വർഷം ഉണ്ടെങ്കിൽ അത്രയും നാളുകൂടി ശമ്പളം വാങ്ങിച്ച് ഈ ആനുകൂല്യങ്ങളെ പറ്റി കഴിയാമല്ലോ എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ന്യായാധിപന്മാർ മാറിയിരിക്കുന്നതാണ്. കാരണം എൻ്റെ അനുഭവമാണ്, ആ അനുഭവമാണ് അങ്ങനെ ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. പക്ഷെ പൊടുന്നനവേ ഇന്ന് ഒരു പത്രത്തിൽ ഒരു വാർത്ത കണ്ടത്, ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദ് 45 ദിവസത്തേക്ക് അവധി അപേക്ഷ ഗവർണർക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. തുടർന്ന് അദ്ദേഹം ലോകായുക്തയിലേക്ക് മടങ്ങി വരില്ല, രാജിവെക്കുമെന്ന് അറിയുന്നു. അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതേ രാജിവെക്കും എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഉപലോകായുക്തയ്ക്ക് എത്തിച്ചേരേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. വാസ്തവത്തിൽ ഒരു ലോകായുക്ത അല്ലെങ്കിൽ ഉപലോകായുക്ത അല്ലെങ്കിൽ ന്യായാധിപൻ അല്ലെങ്കിൽ ഏത് സ്ഥാനത്തിരിക്കുന്ന ആ സ്ഥാനത്തിൻ്റെ ഔന്നിത്യം നോക്കി പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ്. തീർച്ചയായിട്ടും ചിലപ്പോൾ പൊളിറ്റിക്കൽ സപ്പോർട്ടോടുകൂടി ആയിരിക്കാം ഒരു സ്ഥാനത്തേക്ക് വരുന്നത്. ആ സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ സ്ഥാനത്തിൻ്റെ ഔന്നിത്യം നോക്കാൻ ഒരു ബാധ്യസ്ഥരാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ ഈ ലോകായുക്തയും ഉപലോകായുക്തയും തന്നെ പിണറായി ഭക്തിയുണ്ട്. അവരുടെ സ്ഥാനമെല്ലാം ത്യജിച്ചുകൊണ്ടുള്ള നിലപാടുകളാണ് കഴിഞ്ഞ നാളുകളിൽ കൈക്കൊണ്ടത്. അല്ല, എന്താണ് ഒരു ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട സാറിന്റെ അനുഭവത്തിൽ? അല്ല, ഞാൻ ഈ പറയാം, ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട സാറിന്റെ ഈ കേസിലൂടെ ഉള്ള നാൾവഴികളിലൂടെ പോകുമ്പോൾ ഈ ലോകായുക്തയും ഉപലോകായുക്തയും ഒക്കെ തന്നെ പിണറായിയെ പിന്തുണച്ചു എന്ന് സാർ പറയുന്നത് എന്തൊക്കെയാണ്? അതിന്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയായിരിക്കും? അല്ല, അതിന് കാരണം ഞാൻ 2019 ദുരിതാശ്വാസ നിധിയുടെ ദുർവിനിയോഗം സംബന്ധിച്ചുള്ള കേസ് നേടിയത്. വ്യക്തമായ നെപ്പോട്ടിസം, ഫേവറിറ്റിസം അതിനകത്തുണ്ട് എന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് അന്ന് ലോകായുക്തയായിരുന്ന ജസ്റ്റിസ് പായസി കുര്യാക്കോസ് വളരെ വിശദമായ വാദം നടന്നു. വാദങ്ങൾക്ക് ശേഷം അവിടെ അഡ്വക്കേറ്റ് ജനറൽ അതായത് ഒരു ദുരിതാശ്വാസ നിധി സർക്കാർ ദുർവിനിയോഗം ചെയ്യുന്നതായിട്ടുള്ള തെളിവ് വ്യക്തമായി എനിക്ക് കിട്ടി. കാരണം അത് അറിയാമല്ലോ, ഒന്ന് ഉഴവൂർ വിജയന്റെ മരണത്തിന് ശേഷം അദ്ദേഹം NCP നേതാവായിരുന്നു എന്നേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിനോട് 25 ലക്ഷം രൂപ നൽകി. അതേപോലെ തന്നെ മരിച്ചുപോയ നമ്മുടെ രാമേന്ദ്രൻ നായർ ചെങ്ങന്നൂർ MLA ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ
ഭാര്യയ്ക്ക് കുറെ വായ്പകളുണ്ട്, സ്വർണ്ണ വായ്പ, അത് സ്വർണം തിരിച്ചെടുക്കുക, അതുപോലെ കെട്ടിടത്തിന്റെ വായ്പ ഉണ്ടായിരുന്നു, അതിനു വേണ്ടി ലക്ഷങ്ങൾ കൊടുത്തു. കോടിയേരി ബാലകൃഷ്ണന്റെ പൈലറ്റ് വാഹനം മറിഞ്ഞ് അപകടത്തിൽപ്പെട്ട ഒരു സിവിൽ പോലീസ് ഓഫീസറുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സർക്കാർ ജോലി കൊടുത്തു, മറ്റാനുകൂല്യം കൊടുത്തതിന് ശേഷം നമ്മുടെ കോടിയേരി ബാലകൃഷ്ണന്റെ പ്രത്യേക റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ 20 ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിക്കുന്നു. രാമേന്ദ്രൻ നായരുടെ മകന് അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് ജോലി കൂടെ കൊടുത്തു. അപ്പൊ ഈ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് എന്താവശ്യമാണെന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. അതായത് ഇപ്പം പ്രാഥമിക പറയുന്നത് ഔട്ട്വേർഡ്ലി തന്നെ ആണ്, ഇതൊന്നും ഒരിടത്തും വാദിക്കാൻ പോകേണ്ട ആവശ്യം പോലും ഇല്ല, അല്ലാതെ തന്നെ. തീർച്ചയായിട്ടും അത് ആ 3 കാര്യങ്ങൾ. അപ്പൊ ഇവിടെ തീപിടുത്തത്തിന്, അല്ലെങ്കിൽ മഹാമാരിക്ക്, അല്ലെങ്കിൽ പ്രകൃതി ദുരന്തത്തിന്, അല്ലെങ്കിൽ വല്ലാതെ പാവപ്പെട്ടവർക്ക് ഹൃദയ ചികിത്സ, അതുപോലെ തന്നെ ക്യാൻസർ തുടങ്ങിയ ഒരു ദുരിതാശ്വാസത്തിന്റെ കുറച്ച് പണം മുഖ്യമന്ത്രി കൊടുക്കുക. അങ്ങനെ നല്ല ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ദുരിതാശ്വാസത്തിന്റെ പണം കൊടുക്കുന്നത്. ഈ പണം എടുത്ത് പാർട്ടി നേതാക്കന്മാരുടെ മക്കളുടെ ഇത് അപേക്ഷയില്ല. ഇത് യഥാർത്ഥത്തിൽ ഇതെല്ലാം തന്നെ എക്സാമിൻ ചെയ്ത് താഴെന്ന് താലൂക്ക്, വില്ലേജ്, താലൂക്ക്, തഹസിൽദാർ എല്ലാം കണ്ട് സെക്രട്ടറി വഴി വരുന്നതിന് പകരം ക്യാബിനറ്റ് വെച്ച് തീരുമാനിക്കുകയാണ് കൊടുക്കാനായിട്ട്. വിത്തൗട്ട് അജണ്ട, ഔട്ട് ഓഫ് അജണ്ട ആയിട്ടുള്ളൂ. ഈ കാര്യങ്ങളാണ് ഞാൻ ലോകായുക്തയിൽ ബോധിപ്പിച്ചത്. ലോകായുക്തയിലെ അഭിപ്രായത്തിൽ ജസ്റ്റിസ് ഹാറൂൺ പറഞ്ഞൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹം പറയുന്നത് ക്യാബിനറ്റിന്റെ തീരുമാനം, ക്യാബിനറ്റ് എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഒറ്റ വാക്കാണ്. നടപടിക്രമത്തിനിടയ്ക്ക് നമ്മുടെ അഡ്വക്കേറ്റിനോട് പറയണം, നിങ്ങൾക്ക് എന്താ അറിയാം, നിങ്ങൾക്ക് എന്താ അറിയാമെന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹം വെച്ചാല് ജോർജ് പൂന്തോട്ടം വളരെ സീനിയർ ആയിട്ട് അഡ്വക്കേറ്റ്. ഈ ഹാറൂണൊക്കെ ഈ അഡ്വക്കേറ്റായിട്ട് എൻറോൾ ചെയ്യുന്നതിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്തെ ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകനാണ്. അദ്ദേഹത്തോട് നിങ്ങൾക്ക് എന്തറിയാം, ക്യാബിനറ്റിന് എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പൊ അദ്ദേഹം ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ AKG സെന്റർ സർവകലാശാലയുടെ ക്യാമ്പസിൽ ചേർത്ത് AK ആന്റണി സ്ഥലം കൊടുത്തല്ലോ, 1 സെന്റ് സ്ഥലം. അപ്പോൾ നാളെ ക്യാബിനറ്റ് തീരുമാനിക്കുകയാണ് സർക്കാർ AK സെന്റർ CPM-ന്റെ പാർട്ടി ഓഫീസാക്കാൻ തീരുമാനിക്കുന്നു. ക്യാബിനറ്റ് തീരുമാനിക്കാമോ എന്ന് തിരിച്ചു ചോദിച്ചു. അപ്പൊ ഇത്തരത്തെ അന്ധമായ രാഷ്ട്രീയ വിധേയത്വത്തോടു കൂടി ഒരു ജഡ്ജി പ്രവർത്തിക്കുക. സിറിയക് തോമസ് ജോസഫും ഒരു തരത്തിൽ വളരെ മോശമായ ഭാഷയിലാണ് ഒരു ഹർജിക്കാരൻ നിലയിൽ എന്നോട് സംസാരിച്ചത്. അപ്പൊ യഥാർത്ഥത്തിൽ ആ സ്ഥാനത്തിന്റെ, അത് ലോകായുക്തയാണ് അത് ഉപലോകായുക്തയാണെന്നുള്ള ആ ഉന്നത സ്ഥാനത്തിന്റെ പദവിക്ക് യോജിച്ച തരത്തിലല്ല ഇവിടെയല്ല പെരുമാറ്റം. അതിന് കാരണം ഏത് രീതിയിലും സർക്കാരിനെ പ്ലീസ് ചെയ്യുക എന്നുള്ളതാണ്. അത് പാടില്ല. സർക്കാരിനെ പ്ലീസ് ചെയ്തതിൻ്റെ ഏറ്റവും വലിയ ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ നമ്മുടെ ഹാറൂണിന് ലഭിച്ചിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ സ്ഥാനത്തിരുന്ന് ഇന്നലെ നാളെ പൈസ കുറിച്ച് നമ്മളെല്ലാവരും ഓർമ്മിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞില്ലേ, പ്രധാനമന്ത്രി നമ്മുടെ മനസ്സിനകത്ത് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, വാജ്പേയി തുടങ്ങിയവരെല്ലാം വരും. അതേസമയം നമ്മുടെ മനസ്സിനകത്ത് നമ്മുടെ ഈ ദേവഗൗഡയുടെ പേര് ആരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടോ? അപ്പൊ ആ രീതിയിൽ കാലത്തിന്റെ ചവിറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ലോകായുക്ത ഉപലോകായുക്തയായിട്ട് ഇവർ മാറിയിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇവരുടെയൊക്കെ ആ സർവീസ്, നമ്മുടെ സിറിയക് ജോസഫ് നല്ലൊരു അഡ്വക്കേറ്റ് ആയിരുന്നു, ജഡ്ജിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അവസാനത്തുണ്ടായ അദ്ദേഹത്തിന്റെ കരിയർ മുഴുവൻ പോയി. കരിയറിലുണ്ടായിരുന്ന അദ്ദേഹത്തിനുണ്ടായിരുന്ന സർവീസ് മുഴുവനും ഈ പിണറായി വിജയനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിലൂടെ നശിപ്പിച്ചില്ലേ? അത് തന്നെയല്ലേ ഹാറൂൺ ചെയ്തത്? യഥാർത്ഥത്തിൽ ഞാനൊരു കാര്യം പറയാമല്ലോ, സിറിയക് ജോസഫിനെ കൊണ്ട് ഇത്തരത്തിലൊരു വിധി എഴുതിക്കുന്നതിന് വേണ്ട സമ്മർദ്ദം ചെലുത്തിയത് എല്ലാം തന്നെ ഹാറൂണായിരുന്നു. ജസ്റ്റിസ് ഹാറൂണിനെ അറിയാം കോടതി വിധി എതിരായിട്ട് വരും. അതിന് പ്രധാനമായി അറിയാം നമ്മുടെ KT ജലീൽ. KT ജലീലിന്റെ കാര്യത്തിനകത്ത് ജസ്റ്റിസ് സിറിയക് ജോസഫും ജസ്റ്റിസ് ഹാറൂണുമായിട്ടുള്ള ബെഞ്ച് തന്നെയാണ് വിധി പ്രഖ്യാപിച്ചത്. പക്ഷെ അതിനകത്തും ഒരു ചെറിയ ഫേവറിറ്റിസം ഉണ്ടായി. കാര്യം KT ജലീലിന്റെ ഇലക്ഷൻ കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ടാണ് ജഡ്ജ്മെന്റ് ഇറക്കിയത്. ആ ജഡ്ജ്മെന്റ് 3 ദിവസത്തിന് മുമ്പ് ഇറക്കിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും KT ജലീൽ ഇപ്പോൾ നിയമസഭയിൽ കാണില്ലായിരുന്നു. തീർച്ചയായിട്ടും സർക്കാരിന് തന്നെ വലിയ ക്ഷീണമുണ്ടാവും. അപ്പൊ സർക്കാരിനെ പ്ലീസ് ചെയ്യുക എന്നുള്ളൊരു അജണ്ട നമ്മുടെ ഈ ലോകായുക്ത വിവരത്തേക്ക് ഉണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയുടെ കേസ് വന്നപ്പോഴേക്കും മുഖ്യമന്ത്രിക്ക് ഇവിടെ കേസ് മുഖ്യമന്ത്രിക്ക് എതിരായിട്ട് വരുമെന്നുള്ള കാര്യമൊക്കെ ഞാൻ അറിയുന്നത് ശരിയാണെങ്കിൽ സർക്കാർ തലത്തിൽ ഒരു MP വഴി മുഖ്യമന്ത്രി അറിയിക്കുന്നു. മുഖ്യമന്ത്രി അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഓൺലൈനായി ക്യാബിനറ്റ് കൂടി ലോകായുക്ത. എനിക്കൊരു അത്ഭുതം, എങ്ങനെയാണ് ഈ ന്യായാധിപന്മാർക്ക് ഇത്ര മ്ലേച്ഛമായും ഇത്ര പരസ്യമായും
സർക്കാരിന് അനുകൂലമായി? അത് എന്താണ് അതിന്റെ ഒരു? അത് മുൻകാലങ്ങളിൽ അങ്ങനെ ഇല്ലായിരുന്നു. നമ്മുടെ വാസ്തവത്തെ എന്താ, സാധാരണക്കാരന്റെ അവസാന അത്താണി എന്ന് പറയുന്നത് നമ്മുടെ ഹൈക്കോടതിയും അല്ലെങ്കിൽ ലോകായുക്തരും. പക്ഷെ ഈ അടുത്ത കാലത്താണ് എന്തോ ഈ അഡ്വക്കേറ്റ്മാരുടെ ഇടയിൽ ഇതുണ്ടല്ലോ, പാർട്ടി സെല്ലിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതേ രീതിയിൽ പാർട്ടിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന ആരാണ് പല ജഡ്ജിമാരും. അവരുടെ ഉള്ളിനകത്ത് രാഷ്ട്രീയം ഉണ്ടാവും. പക്ഷെ മുൻകാലങ്ങളിലുള്ള ജഡ്ജിമാരും അത് പരസ്യമായിട്ട് കാണിക്കാറ്. തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ തീർച്ചയായിട്ടും. കാരണം ഇതിനകത്ത് എല്ലാവർക്കും രാഷ്ട്രീയം കാണും. പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് SFI ആയിരിക്കാം, KSU ആയിരിക്കാം. പക്ഷേ ആ സ്ഥാനത്തേക്ക് വന്നു കഴിയുമ്പോൾ അവരൊന്നും പാടില്ല. പക്ഷെ നിർഭാഗ്യവശാൽ അടുത്ത കാലത്ത് അത് ഈ മുൻകാലങ്ങളിലില്ല. ഈ LDF ഗവൺമെന്റ്, പ്രത്യേകിച്ച് പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷം ജഡ്ജിമാരിൽ വരെ അത് ഭയം കൊണ്ടാണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. ഭയം കൊണ്ടാണോ, ഇനി നാളെ എന്തെങ്കിലും പുതിയ സ്ഥാനങ്ങൾ ലഭിക്കുന്നതിനാണോ? അത് സ്ഥാനങ്ങൾ ലഭിക്കുന്നതിനാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ തന്നെ പല ജഡ്ജിമാരും, ഹൈക്കോടതി ജഡ്ജിമാരും പല വിധി ന്യായങ്ങളിലും സർക്കാരിനെതിരായിട്ട് വിധി പ്രഖ്യാപിച്ചത് ഞാൻ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് ഇതേപോലെ ലോകായുക്ത ലഭിക്കണം, അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ ആകണം, അങ്ങനെയുള്ള സാറേ പറഞ്ഞതിൽ നിന്ന് കുറെ ക്ലാരിറ്റി വരുന്നത് എന്താണെന്നറിയാം സാർ. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ കഴിഞ്ഞ 7-8 വർഷക്കാലമായി നമ്മൾ ഹൈക്കോടതി എടുത്ത് നോക്കിയാൽ ഒരു വിധിയും ഈ പറഞ്ഞ പോലെ സർക്കാരിന് എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ടെങ്കിലും ഉണ്ടാക്കുന്നത് വന്ന് നമ്മൾ കാണുന്നില്ല. അതേസമയം കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് പരാമർശങ്ങൾ തന്നെ, ഇപ്പൊ കമാൽ പാഷ തന്നെ സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിക്കൊണ്ടാണ് മാണിക്കിറങ്ങി പോകുന്നത്. എന്നാൽ ഈ സർക്കാർ വന്ന് 8 വർഷം കഴിഞ്ഞിട്ടും സർക്കാരിനെ തലോടി നിൽക്കുന്ന രീതിയിലുള്ള വിധിന്യായങ്ങളല്ലാതെ നമ്മുടെ ഹൈക്കോടതിയിൽ നിന്ന് വരാത്ത ഒരു നില അല്ല. ഹൈക്കോടതി മാത്രമല്ല, 2006 ലോകായുക്ത PC ബാലകൃഷ്ണ മേനോൻ, ജസ്റ്റിസ് ബാലകൃഷ്ണ മേനോൻ ലോകായുക്ത. അദ്ദേഹത്തിന്റെ പരാമർശത്തിന്റെ പുറത്തല്ലേ അന്നത്തെ UDF ഗവൺമെന്റ് കാലത്തുള്ള KK രാമചന്ദ്രൻ മാഷിക്ക് പുറത്തു കൊടുത്തത്. അതോ ആ ബാലകൃഷ്ണ മേനോനെ നിയമിച്ചത് UDF ഗവൺമെന്റ് ആണ്. എന്നിട്ട് പോലും തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ അതാണ് ജഡ്ജസ് ആയിരിക്കുന്നത്. ശരിയാണ്. കമാൽ പാഷയുടെ ആ ഒരു പരാമർശം, കമാൽ പാഷ ഒരിക്കലും ഒരു CPM അനുഭാവിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം ആ പരാമർശം നടത്തി. പക്ഷെ ഇന്ന് ഏതെങ്കിലും ഒരു ജഡ്ജ് ഉണ്ടോ ആ രീതിയിൽ അതിനുശേഷമുള്ള ഈ മണികുമാറിന്റെ വിഷയം? അതെ, മണികുമാറിന്റെ വിഷയം വന്നപ്പോൾ നമ്മൾ അറിഞ്ഞതാണല്ലോ. ഈ കഴിഞ്ഞ പ്രളയം ഉൾപ്പെടെയുള്ള കേസ്, സ്പ്രിംഗർ ഉൾപ്പെടെയുള്ള രമേശ് ചെന്നിത്തല ഉൾപ്പെടെ കേസുകളെ മുഖ്യധാര മണികുമാറായിരുന്നില്ലേ? മണികുമാർ പല കേസുകളും ഗവൺമെന്റിന് വേണ്ടി അതിന്റെ ഒരു തീർച്ചയായിട്ടും റിവാർഡായിട്ടാണ് അദ്ദേഹത്തെ മനുഷ്യാവകാശ കമ്മീഷനാക്കാൻ സെന്റ് ഓഫിന് വിളിച്ച അദ്ദേഹത്തെ മാത്രമല്ലല്ലോ, നമ്മുടെ ഈ ലോകായുക്ത ഉൾപ്പെടെയുള്ള തേർഡ് പാർട്ടിക്ക് പോയില്ലേ. എന്നിട്ട് ഓർമ്മയുണ്ടോ മറ്റൊരു കാര്യം, ഞാൻ ലോകായുക്തയുടെ കേസ് നിലനിൽക്കുമ്പോൾ ഈ കേസിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചെങ്ങന്നൂർ MLA രാമേന്ദ്രൻ നായരുടെ ആത്മകഥ പബ്ലിഷ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അതിൽ ഓർമ്മക്കുറിപ്പ് ഇറക്കാൻ പോയതാ 2 ലോകായുക്തമാര്, ബാബു ജോസഫും ഹാറൂൺ. അപ്പൊ ഇവരിൽ നിന്നൊക്കെ നമുക്ക് എന്ത് നീതി കിട്ടും? ഇപ്പൊ മണികുമാറിനെ അതിരൂക്ഷമായി മുൻ പ്രതിപക്ഷ നേതാവ് പരസ്യമായി രമേശ് ചെന്നിത്തല എതിർത്തിട്ട് പോലും ഒരു പ്രതികരണവും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഇതാണ്. അപ്പൊ ഇപ്പോഴേ ആ രീതി മാറണം എന്റെ ഒരു അഭിപ്രായം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇത് പിന്നെ ഈ വിധി പിണറായി വിജയനെതിരായിരിക്കുന്നു, പിന്നെ പിണറായി വിജയനെ അറിയിച്ച ആളായിരുന്നു ഹാരൂൺ അൽ റഷീദ്. തീർച്ചയായിട്ടും. കാരണം ജഡ്ജ്മെന്റ് ഞാൻ 2019 കൊടുത്ത കേസ് 21-22 കാലത്തിൽ ഹിയറിംഗ് നടത്തി, 23 വരെ കാത്തിരിക്കുന്നു, ജഡ്ജ്മെന്റ് ഇറങ്ങുന്നില്ല. അപ്പോഴത്തേക്ക് ഞാൻ ഹൈക്കോടതിയിൽ പോയി. അപ്പോൾ ജഡ്ജ്മെന്റ് ഞാൻ മനസ്സിലാക്കുന്നത് എപ്പോഴും ജഡ്ജ്മെന്റ് എഴുതുന്ന സീനിയർ ജഡ്ജിയാണ്. അപ്പോൾ ലോകായുക്തയായ ജസ്റ്റിസ് സിറിയക് ജോസഫ് ആയിരിക്കാം ജഡ്ജ്മെന്റ് തയ്യാറായി കഴിഞ്ഞപ്പോൾ അതിൽ ഇദ്ദേഹം ഒപ്പിടാൻ തയ്യാറായിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കോടതിയിലെ ഡിബേറ്റ് നടക്കുമ്പോഴേക്കൊക്കെ പലപ്പോഴും സിറിയക് ജോസഫ് ഗവൺമെന്റ് ചെയ്യുന്ന നടപടി തെറ്റാണ്, അങ്ങനെ കാട്ടിലെത്തടി തേവയുടെ ആണെന്ന രീതിയിൽ കൊടുക്കാനുള്ള അല്ല ഈ പണം, മുഖ്യമന്ത്രിക്ക് സൗകര്യം പോലെ ചെലവാക്കാനുള്ള അല്ല ഈ പണം, ഇത് പാവപ്പെട്ട കുട്ടികൾ പണം പിടിച്ചു കൊടുക്കുന്നതാണെന്ന രീതിയിൽ പരാമർശം നടത്തുമ്പോഴേക്കും പുള്ളി ഈ വിവരങ്ങൾ എല്ലാം തന്നെ തീർച്ചയായിട്ടും CPMന്റെ കേന്ദ്രങ്ങൾ അറിയിച്ചിരിക്കണം എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും ആദ്യം ഒപ്പിടാൻ. പക്ഷെ ആരൊപ്പിടാനും നമ്മൾ അറിഞ്ഞില്ല. അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് അറിഞ്ഞു. പക്ഷെ അഭിപ്രായ വ്യത്യാസം എന്തായിരുന്നു എന്നുള്ള വൈകിയ മനസ്സിലാക്കുന്നത്. എന്താ, 3-അംഗ ബെഞ്ചിന് വിട്ടപ്പോഴേക്കും ബാബു ജോസഫും ഇദ്ദേഹം സിറിയക് ജോസഫ് രണ്ടുപേരും പറഞ്ഞു, ഇദ്ദേഹം നമ്മുടെ ഹാറൂണും പറഞ്ഞു മെയിൻറ്റൈനബിൾ അല്ലാന്ന്. എങ്ങനെ പറയാൻ കഴിയും? പയസ്യ കുര്യാക്കോസിന്റെ ബെഞ്ച് 3-അംഗ ബെഞ്ച് തീരുമാനിച്ചാണ് കേസ് ഈസ് മെയിൻറ്റൈനബിൾ. ആ മെയിൻറ്റൈനബിൾ തീരുമാനിച്ചതിന് വീണ്ടും റിവേഴ്സ് ആയിട്ട് വീണ്ടും മെയിൻറ്റൈനബിൾ അല്ലെന്ന് പറയാൻ അവർക്ക് അധികാരമില്ല.
ആ പോയിന്റ് വെച്ചാണ് ഇപ്പോൾ ഞാൻ വീണ്ടും ഹൈക്കോടതി പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഹൈക്കോടതി ലോകായുക്തയുടെ ഈ ഫൈൻഡിങ് തെറ്റാണെന്ന് പറയുന്ന പൂർണ്ണ വിശ്വാസമുണ്ട്. 24-ാം തീയതിയാണ് കേസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ നോട്ടീസ് പോയി. അതനുസരിച്ച് 24-ാം തീയതി കേസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതപ്പം ഈ ഹാരൂൺ അൽ റഷീദ് ഈ എന്തുകൊണ്ടായിരിക്കാം പിണറായിന് അനുകൂലമായി ഇങ്ങനെ നിന്നത്? എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടായിരിക്കും? അല്ല, എപ്പോഴും പ്രതീക്ഷയോടുകൂടിയാണല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് എന്തോ വളരെ സമ്മർദ്ദം ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിന്റെ സമ്മർദ്ദം ഇല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു നിലപാടെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോഴേക്കും മുഖ്യമന്ത്രിയെ സമ്മർദ്ദപ്പെടുത്തിയിരിക്കാം. ഒരു പരിധി കഴിഞ്ഞപ്പോഴത്തേക്കും സിറിയക് ജോസഫും സമ്മർദ്ദത്തിൽപ്പെട്ടു. കാരണം അദ്ദേഹം പറഞ്ഞ എന്താ, മെയിൻറ്റൈനബിൾ ആണ്, പക്ഷേ അഴിമതി കണ്ടെത്താൻ കഴിയും. എന്തുകൊണ്ടാണ് ഇതിനകത്ത് അഴിമതി കണ്ടെത്താൻ എന്താ പ്രയാസം? 3 പേരും ഈ ഔട്ട് ഓഫ് ദ വേ ആയിട്ട് പണം കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അതെ, നെപ്പോട്ടിസമാണ്, ഫേവറിറ്റിസമാണ്. വളരെ അപ്പൊ അതിനകത്ത് അഴിമതി നടന്നിട്ടില്ല എന്ന് സിറിയക് ജോസഫ് പറഞ്ഞുകൊണ്ടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ നിഷ്പക്ഷത ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ ഇത് ഈ LDF ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള നമ്മുടെ കേരളത്തിലുള്ള ഒരു പ്രതിഭാസമാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് സാർ, ഇത് ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ സ്ഥാനം പോലും നിലനിർത്താൻ സഹായിച്ച നിർണായകമായൊരു കാര്യം ചെയ്ത ഒരാളെ ഇത്ര ഭീകരമായി ബൂട്ട് ഔട്ട് ചെയ്ത് എന്തായിരിക്കും അതിന്റെ ഒരു? അതിനൊരു കാര്യമുണ്ട്. അതിലാണ് നമുക്ക് പിണറായി വിജയനെ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്ത് പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ കാര്യം സാധിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ആരെ ഉപയോഗിക്കും? അത് കഴിയുമ്പോൾ ഞാൻ ശിവശങ്കർ വലിയ ഉദാഹരണമല്ലേ. അദ്ദേഹത്തിന്റെ എല്ലാ ഔട്ട് ഓഫ് ദ വേ ആയിട്ടുള്ള പ്രവർത്തനത്തിനും കൂട്ടുന്ന ആളല്ലേ ശിവശങ്കർ. ശിവശങ്കർ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫീസേഴ്സ് അല്ലേ നമ്മുടെ കേരളത്തിൽ IAS കേഡറിൽ. അദ്ദേഹത്തെ കൊണ്ട് ഈ രീതി പ്രവർത്തിപ്പിച്ചു, എല്ലാ കാര്യങ്ങളും ഔട്ട് ഓഫ് ദ വേ ചെയ്തു. ഒരു മൊമെന്റ് വന്നപ്പോൾ അദ്ദേഹത്തെ തഴഞ്ഞില്ലേ. അതുകൊണ്ട് ഹാറൂണിന്റെ ആവശ്യം അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇനി ഹാറൂൺ വേണ്ട. അതെ, ഇതേ അവസ്ഥ നാളെ കെ എം എബ്രഹാം പറഞ്ഞാൽ വളരെ കാര്യങ്ങളെല്ലാം പഠിച്ച് തീരുമാനം എടുക്കുന്ന ആളാണെന്ന് മുമ്പ് AK ആന്റണിയും ഉമ്മൻചാണ്ടി സാറും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഔട്ട് ഓഫ് ദി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ എങ്ങനെയാണെന്നും അദ്ദേഹത്തിന് അറിയാം. അപ്പൊ നോക്കിയപ്പോൾ ഔട്ട് ഓഫ് ദി ആയിട്ട് ചെയ്യാൻ ഏറ്റവും മിടുക്കൻ KM എബ്രഹാം ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇന്ന് ഇത്രയും ഉന്നത ക്യാബിനറ്റ് റാങ്ക് കൊടുത്ത് വച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ശിവശങ്കറിന്റെയും ഇപ്പോൾ ഉണ്ട് ഹാറിന്റെയൊക്കെ അനുഭവം തീർച്ചയായിട്ടും KM എബ്രഹാമിന് ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോ എന്താവും ഈ ലോകായുക്തയുടെ അവസ്ഥ? അല്ല, ലോകായുക്തയില് ഇപ്പോഴേ അദ്ദേഹം അവരുടെ തന്നെ തീരുമാനം കുറച്ചുകൂടി എടുത്തതിന് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. കാരണം ഇപ്പോൾ എടുത്തേക്കുന്ന അനിൽകുമാർ വളരെ ജൂനിയറാണ്. അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ സ്വാധീനം ഉണ്ടാവാം, ഇല്ലെങ്കിൽ എടുക്കില്ല. കാരണം അദ്ദേഹം 2021 ഡിസംബറിൽ റിട്ടയർ ചെയ്തതാണ്. 1 മാസം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തെ കാപ്പയുടെ ചെയർമാനാക്കി. കാപ്പയുടെ ചെയർമാൻ ആയിരിക്കുന്ന ആളിനെയാണ് ഇപ്പോഴേക്ക് ആക്കിയിരിക്കുന്നത്. വാസ്തവത്തിൽ അദ്ദേഹത്തെ ഇപ്പോൾ ഇങ്ങനെയുണ്ടല്ലോ, നമ്മുടെ ഇവിടെ ഇപ്പോൾ ഇതായല്ലോ, ഇപ്പോഴേ മനുഷ്യാവകാശ കമ്മീഷന്റെ നിയമിച്ചേക്കുന്ന അലക്സാണ്ടർ തോമസ്, അദ്ദേഹം ആക്ടിങ് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അദ്ദേഹത്തെ ലോകായുക്തയായിട്ട് നിയമിക്കുന്നതിനുള്ള ഒരു പ്രഷർ ഉണ്ടായിരുന്നു. പക്ഷേ അലക്സാണ്ടർ തോമസിന് ഉപലോകായുക്തമാവാൻ താല്പര്യമില്ല. ലോകായുക്തയായിട്ട് അദ്ദേഹത്തിന് ആക്ടിങ് ചീഫ് ജസ്റ്റിസ് ആണ്. എന്നിട്ട് ഉപലോകായുക്തയായിട്ട് പക്ഷെ മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് അദ്ദേഹത്തെ മാറ്റിയെന്ന് വെച്ചാല് അദ്ദേഹം അത്രയും പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ ഗവൺമെന്റ് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളല്ല. അതുകൊണ്ട് ലോകായുക്തയാകുന്ന ആള് വളരെ കമ്മിറ്റഡ് ആയിരിക്കണം എന്നുള്ള ദീർഘവീക്ഷണമാണ് അനിൽകുമാറിനെ ഈ സ്ഥാനത്തേക്ക് സർക്കാർ മാറിയാലും ഞാൻ പറയാൻ കാരണം അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് എല്ലാവർക്കും ഉണ്ടാവാം. അദ്ദേഹം പഠിക്കുന്ന കാലത്ത് SFI ആയിരുന്നു. ഇവിടെ നമ്മുടെ ഗവൺമെന്റ് ലോ കോളേജ് വേണ്ടത് പഠിക്കുമ്പോൾ SFI അതിലൊന്നും കുഴപ്പമില്ല. കാരണം പക്ഷേ അദ്ദേഹം ജഡ്ജിയായിട്ട് വന്നപ്പോഴും അദ്ദേഹത്തിനെ കുറിച്ച് കേരള ഹൈക്കോടതിയിലുള്ള വക്കീലന്മാരെല്ലാം പറയുന്നത് വളരെ നല്ല പെരുമാറ്റമാണ്. അതായത് കോടതിയിലും നമ്മുടെ കക്ഷികളോടായാലും അഡ്വക്കേറ്റുമാരോടും വളരെ നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു ജഡ്ജി തന്നെയാണ് അനിൽകുമാർ. പക്ഷേ അദ്ദേഹത്തിന് എന്തുകൊണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഉള്ള പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റിലുള്ള വിശ്വാസം. 2 വർഷം കഴിഞ്ഞ് ഗവൺമെന്റ് പോയാലും ഇപ്പോൾ 2029 വരെ ഹി വിൽ ബി ദി ലോകായുക്ത. അപ്പൊ ഈ പാർട്ടി പുറത്ത് പോയാലും CPM-നോ മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ ആൾക്കാർക്കോ യാതൊരു പരാമർശവും ലോകായുക്ത ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മളിതൊക്കെ പറയുന്നില്ലേ, ലോകായുക്തയുടെ നിയമം മാറ്റിയെന്ന് പറയും. നിയമം മാറ്റിയെങ്കിലും ക്ലാസ് 12, 14 മാറ്റിയിട്ടില്ല. ക്ലാസ് 12 അനുസരിച്ച് തെറ്റ് ചെയ്താൽ പ്രഖ്യാപിക്കാനും 14 അനുസരിച്ച് ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള അധികാരം അതുപോലെ നിലനിൽക്കുക.
പക്ഷെ എന്താ ക്ലാസ് അതിന്റെ പുറത്തൊരു അപ്പലേറ്റ് അതോറിറ്റി, അതേ അപ്പീലുണ്ട്. അപ്പോഴും തീരുമാനം നിലനിൽക്കുക. ഞാൻ ചോദിട്ടെ, ലോകായുക്ത ഒരു തീരുമാനം എടുക്കുകയാണ്, ഇവർ കാണിച്ചത് അനീതിയാണ്, അഴിമതിയാണെന്ന് പറഞ്ഞു, പിന്നെ ഗവൺമെന്റ് നിൽക്കാൻ പറ്റുമോ? പിന്നെ ഗവൺമെന്റ് നിൽക്കാൻ വേണ്ടിട്ട് ഗവൺമെന്റ് തിരുത്തി കുറിച്ച് ഗവൺമെന്റ് അത്ര നാളെ. അതുകൊണ്ട് നമ്മൾ ലോകായുക്തയുടെ നിയമം മാറ്റി എന്ന് പറയുന്നെങ്കിലും ലോകായുക്തയുടെ അധികാരങ്ങൾ മാറിയിട്ടില്ല. അതിന്റെ പുറത്തൊരു അപ്പലേറ്റ് അതോറിറ്റി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതുകൂടി സൂക്ഷിച്ചാണ് അവരിപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത്. ജൂനിയർ ആണെങ്കിലും അനുകുമാർ നിയമിക്കുക, അതേസമയം ഈ പറഞ്ഞ സീനിയർ ആയിട്ടുള്ള ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ തന്നെ എത്രയോ പേരുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തെയൊക്കെ വേണം നിയമിക്കാമല്ലോ. പക്ഷെ അവരെയൊക്കെ നിയമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരൊക്കെ അവരുടെ വ്യക്തിത്വം നിലനിർത്തും. അതുകൊണ്ട് എനിക്ക് എപ്പോഴും പറയാനുള്ളത്, ഇനിയുള്ള ഇതൊരു പാഠമായിരിക്കണം. ജസ്റ്റിസ് ഹാറൂണിന് ഇനി ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ കേട്ടു എങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അത് തീർച്ചയായിട്ടും ഞാൻ ഷാജഹാന്റെ വീഡിയോ കണ്ടായിരുന്നു. അദ്ദേഹം ഡയറക്റ്റായിട്ട് ഹൈക്കോടതി ജഡ്ജിയായിട്ട് വന്ന ആളാണ്. ഇദ്ദേഹമാണെങ്കിൽ മുൻസിഫ് നമ്മുടെ ഹെഡ് കോൺസ്റ്റബിൾ സീനിയറായി SI ആയതുപോലെ അങ്ങനെ അഭിഭാഷകൻ ജഡ്ജിയാവുന്നു. ഇത് പ്രൊമോഷനിലൂടെ കോട്ടയിലൂടെ ജഡ്ജിയാവുന്നു. അതും അദ്ദേഹം രജിസ്ട്രാറായിരുന്നു. രജിസ്ട്രാർ എന്ന് പറയുന്ന ആളാണ്. തീർച്ചയായിട്ടും ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ മുമ്പിൽ ഫയലുമായിട്ട് ചെന്ന് നിൽക്കേണ്ട ഒരു സബോർഡിനേറ്റ് ഓഫീസറാണ്. ആ സബോർഡിനേറ്റ് ഓഫീസറുടെ കീഴിൽ ഒരിക്കലും ഹാറൂണിനെ പോലെ ഒരു ജഡ്ജിയായിരുന്ന സീനിയറായിരുന്നു ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അദ്ദേഹം എടുത്ത തീരുമാനം തീർച്ചയായിട്ടും വളരെ യുക്തമായ തീരുമാനമാണ് എടുത്തത്. അദ്ദേഹത്തിന് ഇത്രയും പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിലും ഗവൺമെന്റ് കാണിച്ചിരിക്കുന്നതിൽ എനിക്ക് ഡിസ്പ്രഷർ ഉണ്ട് എന്നുള്ള എന്റെ സൂചന തന്നെയാണ്. അപ്പൊ ഇത് മറ്റു ന്യായാധിപന്മാരുടെ മേലും ഒരു പോസിറ്റീവായിട്ട് സ്വാധീനം ചെലുത്തും. ഞാൻ പറയുന്നത് ഇത് മറ്റ് ന്യായാധിപന്മാർക്ക് മാത്രമല്ല, ഇപ്പോൾ നിയമിക്കപ്പെട്ട ജസ്റ്റിസ് അനുകുമാറിന് പോലും ഒരു പാഠമായിരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ജസ്റ്റിസ് അനുകുമാറിന് ഇപ്പോഴത്തെ ഗവൺമെന്റ് താല്പര്യത്തോടെ ഉണ്ടാവാം. പക്ഷെ അദ്ദേഹം ആ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ നാളെ ഹാറൂണും അദ്ദേഹം നമ്മുടെ ജസ്റ്റിസ് സിറേജ് ജോസഫും ചെയ്ത മാതൃക പിന്തുടർന്നാൽ അദ്ദേഹത്തിന്റെ അനുഭവം നാളെ ഇതായിട്ടുള്ളില്ല. അപ്പൊ അതായത് അദ്ദേഹം ഇനി നാളെ പിന്തുടരാൻ പോകുന്നത് ന്യായാധിപ സമൂഹത്തിന്റെ താല്പര്യമാണോ അതോ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന്റെ താല്പര്യമാണോ എന്നുള്ളതാണ് നമ്മൾ ഇനിയിപ്പോ കാത്തിരുന്നത്. ന്യായാധിപ സമൂഹത്തിന്റെ താല്പര്യം അദ്ദേഹം സംരക്ഷിക്കണമെന്നാണ് സാറിന്റെ എന്റെ ഒരു അഭിപ്രായം. ന്യായാധിപനെ നമ്മൾ കാണുന്നത് അത്രയും ഉന്നതമായ സ്ഥാനമായിട്ടാണ്. അങ്ങ് ഈ ഞങ്ങൾ നേരത്തെ ലോകായുക്ത ഉപലോകായുക്ത തുടങ്ങിയ ജസ്റ്റിസ് സിറേജ് ജോസഫ് എന്നും അല്ലെങ്കിൽ ഹാറൂണിൽ നിന്നും അല്ലെങ്കിൽ മാത്യുവിൽ നിന്നും ഉണ്ടായ അനുഭവം കക്ഷികൾക്ക് ഉണ്ടാവരുത്, അഡ്വക്കേറ്റിന് ഉണ്ടാവരുത്. അതുകൊണ്ട് ന്യായാധിപൻ എന്ന നിലയിൽ അദ്ദേഹം നിഷ്പക്ഷമായിരുന്നാൽ നാളെയും അനുകുമാറിനെ ജനങ്ങൾ ഓർമ്മിക്കും. സാർ, ഒരു ചോദ്യം കൂടി ചോദിക്കാനുള്ളത്, ഇപ്പം ഫലത്തിൽ ലോകായുക്ത മാത്രമേ ഉള്ളൂ. ഒരു ലോകായുക്ത മാത്രമായിട്ട് ഇതിന് സംവിധാനത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പൊ അത് എങ്ങനെയാണ് ഈ ലോകായുക്ത ഇനി പ്രവർത്തിക്കുക? അതായത് ലോകായുക്തയുണ്ട്, ഉപലോകായുക്തയുണ്ട്. എപ്പോഴും മുഖ്യമന്ത്രി, മന്ത്രിമാർ, MLA മാർ, സെക്രട്ടറിമാർ അവർ എതിർകക്ഷികളായി വരുന്ന കേസുകൾ എപ്പോഴും ഡിവിഷൻ ബെഞ്ചിനാണ്. അപ്പോൾ ഡിവിഷൻ ബെഞ്ച് വർക്ക് ചെയ്യാതെ ഈ കാരണം കൂടുതൽ കേസുകൾ ഗവൺമെന്റിന്റെ കേസാണ്. അപ്പൊ സെക്രട്ടറി മിക്കവാറും റെസ്പോണ്ട് ആയിരിക്കും. അപ്പോഴേക്കും രണ്ടുപേരും, ഒരു ഉപലോകായുക്തയും ലോകായുക്തയും വേണം. ഇവിടെ എന്താ, ബാബു ജോസഫ് മാത്യുവിന് പകരം അവിടെ ആൾ വന്നിട്ടില്ല. ഇദ്ദേഹം ലീവിൽ പോയി കഴിഞ്ഞു, ഇനി ഇദ്ദേഹത്തെ മടങ്ങി വരത്തില്ല. അപ്പോൾ ഇപ്പോഴുള്ള ജസ്റ്റിസ് അനുകുമാറിന് മാത്രമായിട്ട് ലോകായുക്ത പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല. ഫലത്തിൽ ലോകായുക്ത ഇല്ല. പിന്നെ ലോകായുക്ത ഉണ്ടെങ്കിലും വലിയ പ്രയോജനമൊന്നുമില്ല. കാരണം 2000-ഓളം കേസുണ്ടായിരുന്ന ലോകായുക്തയിൽ ഇന്ന് അവസ്ഥ അറിയാലോ, 200 താഴെ കേസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ലോകായുക്തയെ തീർച്ചയായിട്ടും പഴയപടിയിൽ ലോകായുക്തയ്ക്ക് മാറ്റണം. അതിനുവേണ്ടി ഇപ്പോൾ നിയമിക്കപ്പെട്ട ലോകായുക്ത മുൻകൈ എടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. അദ്ദേഹം മുൻകൈ എടുക്കുകയും അതേപോലെ തന്നെ അടിയന്തരമായി ഇദ്ദേഹത്തിന് പകരം ഒരാളിനെങ്കിലും നിയമിച്ചാൽ മാത്രമേ ലോകായുക്ത പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. വേറൊരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. വളരെ ജൂനിയർ ആയിട്ടുള്ള ആളാണ് അനുകുമാർ. അദ്ദേഹം ഇരിക്കുമ്പോഴേക്കും ഈ ഹാറൂണിന്റെ അനുഭവം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് സീനിയറായിട്ടുള്ള ജഡ്ജിമാരാരും തന്നെ ഈ സ്ഥാനത്തേക്ക് വരാൻ തയ്യാറാവും. അപ്പൊ ഇദ്ദേഹത്തിന്റെ ജൂനിയർ ആയിട്ടുള്ള ഈ അടുത്ത കാലത്ത് ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ആരെങ്കിലും, അതായത് 21 ശേഷം വിരമിച്ച ഏതെങ്കിലും ജഡ്ജിമാരെ കണ്ടെത്തി നിയമിക്കാനുള്ള തത്രപ്പാടിലായിരിക്കാം സർക്കാർ. ഇല്ലെങ്കിൽ വേറെ കാര്യം ചെയ്താൽ മതി. ലോകായുക്തയുടെ സ്ഥിതി ആയതുകൊണ്ട് ഒരു ഓർഡിനൻസ് കൂടെ കൊണ്ടുവന്ന് ഉപലോകായുക്തമാര് മുൻസിഫോ മറ്റോ അതെ മുൻസിഫ് ആയിരിക്കണം.
അല്ലെങ്കിൽ ഒരു നമ്മുടെ സെഷൻ ജഡ്ജോ ഡിസ്ട്രിക്ട് ജഡ്ജായിട്ടായിരുന്നു അവൻ തീരുമാനിച്ചാൽ ഇവർ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ തന്നെ ഇതിലേക്ക് ഇടുക. കാരണം ലോകായുക്തയുള്ള വിശ്വാസം ആൾമോസ്റ്റ് നഷ്ടപ്പെട്ടു. അതിലൂടെ ലോകായുക്തയെ നഷ്ടപ്പെട്ടതിലൂടെ എനിക്കുള്ള ഏറ്റവും വലിയ പ്രയാസം ദുരിതാശ്വാസ നിധിയിലുള്ള വിശ്വാസം കൂടെ ജനത്തിൽ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ലോകായുക്ത ഇപ്പൊ ദുരിതാശ്വാസ നിധി കണക്റ്റഡ് ആണ്. ഇന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പഴയതുപോലെ പണം ഫ്ലോ ചെയ്യാത്തതിന് കാരണം വിശ്വാസ്യത പോയതാണ്. അതുകൊണ്ട് ഇപ്പോഴേ സംഭവിച്ചത് നമ്മുടെ ലോകായുക്തയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു. ഈ രണ്ടും വീണ്ടെടുക്കാൻ ഇനിയെങ്കിലും പിണറായി തയ്യാറാകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സുഹൃത്തുക്കളെ, അതില് നമ്മുടെ ചർച്ച അവസാനിക്കുമ്പോൾ ശശികുമാർ സാറ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണെന്ന് തോന്നുന്നു ഏറ്റവും പ്രസക്തം. അതായത് ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ഒരു ജഡ്ജിയെ ലോകായുക്തയായി കൊണ്ടുവന്നു. ഈ ഒരു ലോകായുക്ത മാത്രം വെച്ചുകൊണ്ട് ലോകായുക്തയ്ക്ക് പ്രവർത്തിച്ചു പോകാനും കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ഹാസ്യരൂപേണ ശശികുമാർ സാർ പറഞ്ഞത് ഈ ലോകായുക്ത ഏറ്റവും ജൂനിയറാണ്. ഈ ജൂനിയർ ആയിട്ടുള്ള ലോകായുക്തയുടെ കീഴിൽ പ്രവർത്തിക്കണമെങ്കിൽ സ്വാഭാവികമായി ഈ ലോകായുക്തയേക്കാൾ ജൂനിയർ ആയിട്ടുള്ളവർക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ സെഷൻ ജഡ്ജോ അല്ലെങ്കിൽ മുൻസിഫോ ഒക്കെ ആയിട്ടുള്ള ജഡ്ജിമാരെ കൊണ്ടുവന്ന് വെക്കണം എന്നുള്ള ഒരു പരിഹാസമാണ് ശശികുമാർ സാർ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞ രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ലോകായുക്തയിലുള്ള വിശ്വാസവും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുള്ള വിശ്വാസവും ജനങ്ങൾക്ക് പോകാൻ ഈ സംഭവ വികാസങ്ങളെല്ലാം കാരണമായി എന്നുള്ളതാണ് ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. അതുകൊണ്ട് അടുത്ത തവണ ശശികുമാർ സാറിനെ കാണുന്നവരെ നമ്മൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം.